നമുക്കൊരു ഹെൽത്തി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഫാറ്റ് മാത്രം കുറയുക, ശരീരത്തിൽ നിന്ന് മസിൽ കുറയാതിരിക്കുക. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാകും നമ്മുടെ ശരീരത്തിൽ പോകുന്ന വെയിറ്റ് ഫാറ്റ് ലോസ് ആണോ അതോ മസിൽ ലോസ് ആണോ? അതിനൊരു ട്രിക്ക് ഉണ്ട്. അതെന്താണ് ട്രിക്ക്? ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാറ്റ് ടിഷ്യൂ ആൻഡ് മസിൽ ടിഷ്യൂ. 1 കിലോഗ്രാം മസിൽ 1 കിലോഗ്രാം ഫാറ്റിനെ അപേക്ഷിച്ച് 20% സ്പേസ് കുറവായിരിക്കും ഓക്യുപ്പൈ ചെയ്യുന്നത്. മസിൽസ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ മെറ്റബോളിക് റേറ്റ്, നമ്മുടെ മെറ്റബോളിസം ലെവൽസ് വീണ്ടും കീപ്പോട്ട് വരും. ഇങ്ങനെ മെറ്റബോളിക് ലെവൽ കീപ്പോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് തടി വീണ്ടും വരുവാനും തടി കൂടുതൽ വരാനുമുള്ള സാധ്യതകൾ ഫ്യൂച്ചറിൽ കൂടുതലാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു, ഒരു ഹെൽത്തി ആയ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വെൻ യു ആർ ലൂസിങ് ഓൺലി ഫാറ്റ് വിത്തൗട്ട് ലൂസിങ് മസിൽസ്. അതായത് ശരീരത്തിലെ കൊഴുപ്പ് മാത്രം കുറയാൻ പാടുള്ളൂ, ശരീരത്തിലെ മസിൽ പേശികൾ പോവാതെ സൂക്ഷിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം മസിൽസ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ മെറ്റബോളിക് റേറ്റ്, നമ്മുടെ മെറ്റബോളിസം ലെവൽസ് വീണ്ടും കീപ്പോട്ട് വരും. ഇങ്ങനെ മെറ്റബോളിക് ലെവൽ കീപ്പോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് തടി വീണ്ടും വരുവാനും തടി കൂടുതൽ വരാനുമുള്ള സാധ്യതകൾ ഫ്യൂച്ചറിൽ കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു ഹെൽത്തി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഫാറ്റ് മാത്രം കുറയുക, ശരീരത്തിൽ നിന്ന് മസിൽ കുറയാതിരിക്കുക. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാകും നമ്മുടെ ശരീരത്തിൽ പോകുന്ന വെയിറ്റ് ഫാറ്റ് ലോസ് ആണോ അതോ മസിൽ ലോസ് ആണോ? അതിനൊരു ട്രിക്ക് ഉണ്ട്. അതെന്താണ് ട്രിക്ക്? ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാറ്റ് ടിഷ്യൂ ആൻഡ് മസിൽ ടിഷ്യൂ. ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഡെൻസിറ്റി അഥവാ സാന്ദ്രത. 1 കിലോഗ്രാം മസിൽ 1 കിലോഗ്രാം ഫാറ്റിനെ അപേക്ഷിച്ച് 20% സ്പേസ് കുറവായിരിക്കും ഓക്യുപ്പൈ ചെയ്യുന്നത്. അതായത് ഒരു 1 കിലോഗ്രാം മസിൽ റഫ്ലി ഇത്രത്തോളം ഉണ്ട് എങ്കിൽ ഒരു കിലോഗ്രാം ഫാറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടുതൽ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കൊരു കമ്പാരിസന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കൂ. 1 കിലോഗ്രാം മരക്കഷ്ണം 1 കിലോഗ്രാം പഞ്ഞിക്കെട്ട്, 1 കിലോഗ്രാം പഞ്ഞിക്കെട്ട് 1 കിലോഗ്രാം മരക്കഷ്ണത്തെക്കാൾ കൂടുതൽ സ്പേസ് ഓക്യുപ്പൈ ചെയ്യും അല്ലേ? ഈ ഡിഫറൻസ് മസിൽ ഫാറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയും സ്റ്റാർക്ക് അല്ല, ബട്ട് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 1 കിലോഗ്രാം മസിൽ 1 കിലോഗ്രാം ഫാറ്റിനെ അപേക്ഷിച്ചിട്ട് ഒരു 15 മുതൽ 20% സ്പേസ് കുറവാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോഗ്രാം ഫാറ്റ് ഒരു 1.2 ലിറ്റേഴ്സ് ഓഫ് സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. അതേസമയം 1 കിലോഗ്രാം മസിൽ 0.94 ലിറ്റേഴ്സ് സ്പേസ് ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു വെയിറ്റ് ലോസ് വരുന്ന സമയത്ത് നിങ്ങൾ പ്രൈമറിലി ഒരു മാസം ഫോർ എക്സാമ്പിൾ നിങ്ങൾ 4 കിലോഗ്രാം വെയിറ്റ് കുറഞ്ഞു എന്ന് വിചാരിക്കുക. ഈ കുറഞ്ഞ 4 കിലോഗ്രാമും ഫാറ്റ് മാത്രമാണ്, മസിൽ പോയിട്ടില്ല, മസിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറിന് ചുറ്റും നിങ്ങളൊരു 15 to 20 കിലോഗ്രാംസ് ഓവർ വെയിറ്റ് ആയ ഒരാളുടെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു 4 കിലോഗ്രാം കുറഞ്ഞിട്ടുണ്ട്, അത് ഫാറ്റ് മാത്രമാണ് പോയത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറിന് ചുറ്റും റഫ്ലി ഒരു 4 മുതൽ 6 സെൻറ്റിമീറ്റർ അളവ് കുറഞ്ഞിട്ടുണ്ടാവും. അതേസമയം നിങ്ങൾ ഈ കുറഞ്ഞ 4 കിലോഗ്രാം നിങ്ങൾ പട്ടിണി കിടന്നാണ്, അല്ലെങ്കിൽ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ എക്സസൈസ് ഒന്നും ചെയ്യാതെയാണ് തടി കുറയുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറയുന്ന ഈ 4 കിലോഗ്രാമിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പോർഷൻ മസിൽ കൂടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വെയിറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു സെൻറ്റിമീറ്റർ ലോസ് വളരെ കുറവായിരിക്കും. കാര്യം മസിൽ ടിഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെൻസിറ്റി കൂടുതലാണ്, അത് ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു വെയിറ്റ് ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയുന്ന ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 മുതൽ മാക്സിമം ഒരു 3-4 സെൻറ്റിമീറ്ററേ കുറയുകയുള്ളൂ മാക്സിമം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ കുറയുന്ന വെയിറ്റ് ഒരു ഹെൽത്തി ആയ രീതിയിലുള്ള ഒരു ഫാറ്റ് ലോസ് വിത്തൗട്ട് മസിൽ ലോസ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഹെൽത്തി ആയ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കണം, നിങ്ങളൊരു സെൻസിബിൾ ആയ ഒരു കാലറി ഡെഫിസിറ്റിലായിരിക്കണം. അതായത് ഒരു ഡിന്നർ കഴിക്കാതെ കുക്കുംബർ സാലഡ് മാത്രം കഴിക്കുന്നതാവരുത്, അല്ലെങ്കിൽ പട്ടിണി കടന്ന് അല്ലെങ്കിൽ ഒരു മീൽ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതാവരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ എക്സസൈസസും ആവശ്യത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ളൊരു ഹെൽത്തി ആയ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു 10 കിലോഗ്രാം വെയിറ്റ് കുറയുമ്പോൾ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ സ്വയം ഫീൽ ചെയ്യുകയും മറ്റുള്ളവർക്ക് കണ്ടാൽ തോന്നുകയും ഉണ്ടാവുള്ളൂ. സോ എ ഹെൽത്തി ട്രാൻസ്ഫോർമേഷൻ വിൽ ആക്ച്വലി മേക്ക് യു ലുക്ക് യങ്. പക്ഷെ അത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലീൻ ടിഷ്യൂ മാസ്, അതായത് ലീൻ മസിൽ മാസ് പ്രിസർവ് ചെയ്ത് ബോഡിയിലെ ഫാറ്റ് മാത്രം കുറയ്ക്കുക എന്നതായിരിക്കണം നിങ്ങളുടെ ഉദ്ദേശം. ആൻഡ് ഐ ഹോപ്പ് നൗ ദാറ്റ് യു നോ ഹൗ ടു ബിക്കം ഹെൽത്തി ആൻഡ് ലുക്ക് ഹെൽത്തി, യു വിൽ ഫോളോ ദിസ് ടിപ്പ്.